All right, so today we're going to learn about changes in states of matter. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ നിന്ന് വേറൊരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിലോട്ട് മാറ്റം നമ്മൾ കാണുന്നത്. When you keep ice trays filled with liquid water in the freezer, the water turns into solid ice. നമ്മൾ ഐസ് ട്രേസിനകത്ത് ആ ട്രേക്കകത്ത് നമ്മൾ വെള്ളം നിറച്ച് ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? വാട്ടർ ഐസ് ആയിട്ട് അങ്ങ് മാറുന്നത്. If you keep the ice cubes outside after some time, they change back into water. That is their liquid state. അന്നേരം നമ്മൾ ഐസ് പുറത്തോട്ട് വെക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഐസ് സോളിഡ് ആയി സ്റ്റേറ്റിൽ നിന്ന് വെള്ളം തന്നെ തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നു. ഇഫ് യു ബോയിൽ വാട്ടർ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ് കോൾഡ് വാട്ടർ വേപ്പർ. നമ്മൾ വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാലോ ഈ വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ആവിയായിട്ട് ദാറ്റ് മീൻസ് വാട്ടർ വേപ്പർ ആയിട്ട് അങ്ങ് മാറുന്നു. അതിനാണ് നമ്മൾ ഗ്യാസ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. Therefore you can observe that on freezing water changes into ice and on heating it changes back into liquid water. അന്നേരം നമ്മൾ കാണുന്നത് വെള്ളത്തിനെ നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ അത് ഐസ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് വെള്ളമായിട്ട് മാറുന്നു. എന്നിട്ട് ഓൺ ഫർദർ ഹീറ്റിംഗ് ദിസ് ലിക്വിഡ് വാട്ടർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. അന്നേരം ഈ നമ്മൾ കൂടുതൽ ഇനിയും തിളപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെള്ളം ആവിയായിട്ട് അങ്ങ് മാറുന്നു. ദിസ് പ്രോസസ് ഈസ് ഇന്റർചേഞ്ചബിൾ. ഓൾറൈറ്റ്, സോ നമുക്ക് ഇതിനെ ഇന്റർചേഞ്ചബിൾ പ്രോസസ് എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ അത് സോളിഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ട് ഇങ്ങനെ മാറി തിരിഞ്ഞ് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. Now, similarly, solid wax melts down on heating and becomes liquid wax. അന്നേരം നമ്മൾ കാണുന്നുണ്ട് ഈ സോളിഡ് വാക്സ് റൈറ്റ് മെഴുക്, നല്ല കട്ടിയുള്ള മെഴുക് നമ്മൾ ചൂടാക്കുമ്പോൾ അത് മെഴുക് നല്ല വെള്ളം പോലെ ആയിട്ട് തീരുന്നുണ്ട്. റൈറ്റ്, എന്നിട്ട് അത് തണുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിന്നെയും അത് കട്ടിയാവുന്നുണ്ട്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ദ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ചേഞ്ചസ്. അതിനെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഈ ടെമ്പറേച്ചർ കൂട്ടുന്നതും കുറയ്ക്കുന്നതിനനുസരിച്ച് ഈ സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ ആ സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസസിന്റെ അതങ്ങ് മാറിക്കൊണ്ടിങ്ങനെ ഇരിക്കും. സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ചസ്. കറക്റ്റ്. സോ നമ്മൾ കാണുന്നു ഐസ് സോളിഡ് ആയിരിക്കുന്നത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ, ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ വേപ്പർ. ഇനിയും വാട്ടർ വേപ്പറിനെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ water ne freeze cheyumbo solid ice. Right, now you have learned about the process of evaporation and condensation in the water cycle. Nammal evaporation condensation padichallo. The liquid changes into gas by evaporation. Similarly, gas changes into liquid by process of condensation. So nammal padichu water into water vapor. When water changes into water vapor through the process of heating, you call that process as evaporation. Ille adupole thanne when water vapor changes back into water, or when water is again cooled down to form ice, that is when a gas changes back into liquid, and that is process of condensation. Correct. All right, so then you see, when you take naphthalene balls out of our woolen clothes after winter, we find the balls have become much smaller or even disappeared. നമ്മൾ കാണുന്നുണ്ട് വെള്ള ടാബ്ലറ്റ് പോലെ നമ്മൾ തുണിയുടെ ഇടയ്ക്ക് ഈ മോത്തൊക്കെ വന്ന് നമ്മുടെ തുണി തിന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചായിരുന്നല്ലോ അല്ലെ. സോ അതിനു വേണ്ടി കൊച്ചു നാഫ്തലിൻ ബോൾസ് നമ്മൾ തുണിയുടെ ഇടയ്ക്ക് നമ്മൾ ഇടുന്നുണ്ട്, വൂളൻ ക്ലോത്ത്സ് ഒക്കെ നശിപ്പിച്ചു പോവാതിരിക്കാൻ. സോ എന്താണ്, നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ ആ നാഫ്തലിൻ ബോൾസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം അതിന്റെ സൈസ് ഇങ്ങനെ ചെറുതായി വരുന്നു, ഇല്ലയോ? അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് സോ യു കെൻ സീ ദാറ്റ് സോളിഡ് ഹാസ് ഡയറക്ട്ലി ചേഞ്ച്ഡ് ഇൻ ടു എ ഗ്യാസ് വിതൗട്ട് കൺവേർട്ടിംഗ് ഇൻ ടു ലിക്വിഡ്. അതിന് നമ്മൾ ചില സബ്സ്റ്റൻസസിൽ എന്താണ് കാണുന്നത്? ഒരു സോളിഡിനെ നമുക്ക് നേരെ ഗ്യാസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും, ലിക്വിഡ് ആക്കാതെ. റൈറ്റ്, സോളിഡിനെ നമുക്ക് ലിക്വിഡ് ആക്കാതെ ഗ്യാസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ആ പ്രോസസ്സിന് പറയുന്നതാണ് സബ്ലിമേഷൻ. സോ അതിന്റെ വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കാനാ പറയുന്നേ. അതിൽ നമ്മൾ കാണുന്നുണ്ട് കർപ്പൂരം അല്ലെങ്കിൽ ക്യാംഫറിനെ നമ്മൾ കത്തിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അത് it just gets converted into gas. Right, so you should try when you see all that changes, you should sit and observe and see. That is called a process or solid direct gas ആയിട്ട് മാറുമ്പോഴാണ് sublimation എന്ന് പറയുന്നത്. Okay, so it's gas. Now the kinds of changes, matter changes its states all around us. Right, water changes into water vapor and to ice changes into water. So water നമുക്ക് water vapor ആയിട്ട് മാറുന്നതും കാണാം, ice ആയിട്ട് മാറുന്നതും കാണാം, ice തിരിച്ച് water ആയിട്ട് മാറുന്നതും കാണാം, water vapor തിരിച്ച് water ആയിട്ട് മാറുന്നതും കാണാം. Now paper burns to become ash. These are all changing states of matter. ഇതിനെയെല്ലാം നമ്മൾ changing states of matter എന്ന് വിളിക്കുന്നു. Changes in the states of matter can be of two kinds. അന്നേരം രണ്ട് ടൈപ്പിലെ ചേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത്, ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. സോ നമ്മൾ രണ്ട് ടൈപ്പിലെ ചേഞ്ചസ് കാണുന്നുണ്ട്, ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് അറിയുന്നത്? ഫിസിക്കൽ ചേഞ്ചസ്, ഫ്രീസിംഗ് ചേഞ്ചസ് വാട്ടർ ഇൻ ടു ഐസ് ആൻഡ് ഐസ് ചേഞ്ചസ് ബാക്ക് ടു വാട്ടർ ഓൺ മെൽറ്റിംഗ്. നമ്മൾ വെള്ളത്തിനെ തണുപ്പിക്കുമ്പോൾ നമുക്ക് ഐസായിട്ട്
ആയിട്ട് കിട്ടുന്നു, ഐസിനെ തിരിച്ച് നമ്മൾ ഉരുക്കുമ്പോൾ നമുക്ക് വെള്ളമായിട്ട് കിട്ടുന്നു. സോ ഇതൊരു റിവേഴ്സിബിൾ ചേഞ്ച് ആണ്, റൈറ്റ്? അന്നേരം എന്താണ് സംഭവിക്കുന്നത്? ഈ റിവേഴ്സിബിൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ നമുക്ക് ഒന്നിനെ തിരിച്ച് അതിൻ്റെതായ പഴയ രൂപത്തിലോട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റുന്നുണ്ട്. അന്നേരം ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ ചേഞ്ചസ് ആൻഡ് നോ മോളിക്യൂൾസ് ആർ ഫോംഡ്. സോ നമ്മൾ ഇത് കാണുന്നുണ്ട്, സോളിഡ് ഇത്രയും അടുക്കിയിരിക്കുന്ന മോളിക്യൂൾസ് നമുക്ക് ഇച്ചൂടെ ചൂടാക്കുമ്പോൾ ലിക്വിഡ് ആവുന്നു, അത് ഇച്ചൂടെ സ്പേസ് വരുന്നുണ്ട്, ഇച്ചൂടെ ചൂടാക്കുമ്പോൾ അതിന് നല്ല സ്പേസ് വരുന്നുണ്ട്. സോ ഡിസ്റ്റൻസ്, ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വ്യത്യാസം വരുന്നത്, അത് തമ്മിലുള്ള ദൂരമാണ്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു സാധനം, ഓർമ്മയുണ്ടല്ലോ, കൊച്ചു പാർട്ടിക്കിൾസ് സാധനം, ഈ മാറ്ററിനകത്തുള്ള കൊച്ചു പാർട്ടിക്കിൾ എന്ന് പറയുന്ന മോളിക്യൂൾ. അന്നേരം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി കൂടി കുറഞ്ഞു ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, അതിൽ പുതിയ ഒരു മോളിക്യൂളും ഉണ്ടാവുന്നില്ല. അങ്ങനത്തെ ഒരു ചേഞ്ചിനെ വിളിക്കുന്നതാണ് ഫിസിക്കൽ ചേഞ്ച്, റൈറ്റ്? സോ നൗ അതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന് വിളിക്കുന്നതാണ് ഫിസിക്കൽ ചേഞ്ച്. സോ ഫിസിക്കൽ ചേഞ്ചിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസിൽ മാത്രമേ വ്യത്യാസം വരുന്നുണ്ട്, അതിൽ നോ ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്, പുതിയ മോളിക്യൂൾസ് ഒന്നും ഉണ്ടാവുന്നില്ല. അടുത്ത നമ്മൾ കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇഫ് യു ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ബേൺ ഇറ്റ് യു വിൽ ഗെറ്റ് ആഷ്. നമ്മൾ ഒരു പേപ്പറിനെ എടുത്ത് കത്തിക്കുമ്പോൾ നമുക്ക് ചാരം കിട്ടുന്നുണ്ട്. ഈ ചാരത്തിനെ നമുക്ക് തിരിച്ച് പേപ്പർ ആക്കാൻ പറ്റുമോ? No. So in such a change, the new molecules are formed as molecules of ash. So ഈ കെമിക്കൽ ഈ ഒരു ചേഞ്ചിൽ എന്താണ് സംഭവിക്കുന്നത്? പേപ്പറിനെ നമ്മൾ കത്തിക്കുമ്പോൾ നമുക്ക് ചാരത്തിന്റെ മോളിക്യൂൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് പേപ്പറിന്റെ മോളിക്യൂൾസ് പോലെയാണോ? അല്ല, അത് ടോട്ടൽ ഡിഫറെന്റ് ആണ്. Therefore paper cannot be changed back from ash. നമ്മൾ ചാരത്തിൽ നിന്ന് നമുക്ക് പേപ്പർ കിട്ടത്തില്ല. Such a change is called the irreversible change. അതിനെ തിരിച്ചു മാറ്റാൻ പറ്റാത്ത ചേഞ്ചിനെ പറയുന്നതാണ് irreversible. And in which new molecules are formed is called a chemical change. So chemical change എന്ന് പറഞ്ഞാൽ പുതിയ മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. അത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ, അത് ഇറിവേഴ്സിബിൾ ആണ്, അതിനെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. Okay, so this much is enough for today. I'll take the rest in the next class. If you have any questions